ഷാർപ്പ്നെസ്, പ്രസംഗങ്ങളിലെ ഷാർപ്പ്നെസ് എന്നും പ്രചോദനമായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ തന്നെ എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നിയ ഏറ്റവും നല്ല മനുഷ്യത്വം ഏറ്റവും കൂടുതൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരു നേതാവായിട്ടാണ് സിരിയാജിയെ അടുത്തറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ കഴിയുന്ന ചങ്കൂറ്റവും ധൈര്യവുമുള്ള ശക്തനായിട്ടുള്ള നേതൃസാന്നിധ്യം സീതി ഹാജിയിലുണ്ടായിരുന്നു. നിയമസഭാ പ്രസംഗങ്ങളിൽ സീതി ഹാജിയുടെ പ്രസംഗം എന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ടെലിവിഷൻ ലൈവ് ഒന്നും ഇല്ലാത്ത കാലമായിരുന്നു. പക്ഷേ എനിക്കറിയാം, അന്ന് നിയമസഭാ പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. ചുമ്മാർ സാറ് മനോരമയിലും അതുപോലെയുള്ള പത്രപ്രവർത്തകർ. പക്ഷേ സീതി ഹാജി പ്രസംഗിക്കുന്നത്, സീതി ഹാജിയുടെ പേരില്ലാതെ ഒരു നിയമസഭാ റിപ്പോർട്ടിങ്ങും ഉണ്ടാകാറില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കാമ്പും അതിൻ്റെ മധുരം ഒക്കെ തന്നെ വെളിപ്പെടുത്തുന്നതാണ്. ഈ പുസ്തക പ്രകാശന ചടങ്ങിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു സർ. LDF കൺവീനറും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ശ്രീ EP ജയരാജനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ മഹനീയ അധ്യക്ഷൻ സയ്യിദ് ശിഹാബ് തങ്ങൾ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ടാതിഥികളെ, പുസ്തക പ്രകാശനം ചെയ്യുന്ന കോൺഗ്രസിൻ്റെ അഭിമന്യ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിജി, ഈ വേദിയിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ ബഹുമാന്യനായ നേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സീതി ഹാജ് സാഹിബിൻ്റെ പ്രിയപ്പെട്ട മകൻ ശ്രീ PK ബഷീർ MLA, മറ്റ് സഹോദരന്മാരെ, 32 വർഷങ്ങൾക്ക് മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞ കേരള രാഷ്ട്രീയത്തിൽ ഒരു കാലം നിറഞ്ഞു നിന്ന വലിയൊരു മനുഷ്യൻ്റെ ചരിത്രം പുതിയ തലമുറയെ പഠിപ്പിക്കാൻ, ഭാവി രാഷ്ട്രീയം രൂപീകരിക്കാൻ മലയാള മനോരമ അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങളിലൂടെ അത് പുതിയ തലമുറക്ക് നാടിന് സമർപ്പിക്കുകയാണ്. ഇത് തികച്ചും നമ്മുടെ നാടിൻ്റെ ഭാവി രാഷ്ട്രീയത്തിന് അങ്ങേയറ്റം സഹായകരമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ബഹുമാന്യനായ ശ്രീ സീതി ഹാജി സാഹിബുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ യുവജന കാലഘട്ടത്തിൽ യുവജനരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ അന്നത്തെ പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരം MLA ക്വാർട്ടേഴ്സ് ആയിരുന്നു. ആ MLA ക്വാർട്ടേഴ്സിൽ ശ്രീ EK നായനാർ, ശ്രീ MV രാഘവൻ, ഇവരൊക്കെയായിട്ട് സൗഹൃദ ബന്ധങ്ങളും സംഭാഷണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പലപ്പോഴും അതിൻ്റെ സാന്നിധ്യമായിരുന്നു. എന്ന് മാത്രമല്ല, എനിക്ക് ശ്രീ CH മുഹമ്മദ് കോയ സാഹിബുമായിട്ട് ബന്ധപ്പെടുന്നതും ഈ ഒരു സൗഹൃദത്തിലൂടെയായിരുന്നു. MV രാഘവൻ താമസിക്കുന്ന മുറിയുടെ തൊട്ടടുത്ത മുറിയിലായിരുന്നു ശ്രീ CH. അങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമായിട്ടൊക്കെ എനിക്ക് വളരെ അടുത്ത് ബന്ധപ്പെടാനും പരിചയപ്പെടാനും സാധിച്ചത്. ശ്രീ സീതി ഹാജി സാഹിബ് വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗം മലയാള സാഹിത്യത്തിന് ഒരു പുതിയ സംഭാവന നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് തെക്കേ മലപ്പുറം ജില്ലയുടെ ശൈലികൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം കാണാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം മർമ്മരസങ്ങളും അതുപോലെ തന്നെ ചിന്താശക്തിയെ പ്രേരിപ്പിക്കുന്നതുമാണ്. അങ്ങനെയൊക്കെയുള്ള പ്രസംഗം, നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടൊരു പ്രസംഗമായിരുന്നു. നിയമനിർമ്മാണ രംഗത്തും അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവന ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കേരളം നിറഞ്ഞു നിന്ന ഉന്നതനായ രാഷ്ട്രീയ നേതാവ്, മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ്, തീഷ്ണമായ അനുഭവങ്ങളിലൂടെ, അനുഭവ സമ്പത്തിലൂടെ പഠിച്ചു വളർന്ന അനുഭവ സമ്പത്താണ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെ അറിവ്, അതിലൂടെ ലഭിച്ച വിജ്ഞാനം പൊതുസമൂഹത്തിന് നൽകി. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ. നിയമസഭാ പ്രസംഗങ്ങൾ
അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ ശ്രീ ബഷീർ ഇത്തരം ഒരു നല്ല സദസ്സ് സംഘടിപ്പിച്ച് ഈ സദസ്സിലൂടെ കേരളത്തിന്, മലയാളക്കരയ്ക്ക് ഇത്തരമൊരു പുസ്തകം സംഭാവന ചെയ്യിക്കാൻ മലയാള മനോരമയുടെ കൂടി സേവനം ഉപയോഗപ്പെടുത്തി നടത്തിയിട്ടുള്ള നടപടികൾ അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. ഈ പുസ്തകത്തിലൂടെ നമുക്ക് സീതി ഹാജിയെ അടുത്തറിയാൻ സാധിക്കും. അദ്ദേഹം ഏറ്റവും വിശാല മനസ്കനായ, മനുഷ്യസ്നേഹമുള്ള ഒരു ഉന്നത രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഇന്ന് നിയമസഭയിലില്ലെങ്കിലും ആ കുറവ് PK ബഷീർ MLA പരിഹരിക്കാൻ മുസ്ലിം ലീഗിന് കഴിയുന്നു എന്നുള്ളതാണ് ഞാനിന്ന് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ സ്വഭാവങ്ങളും ഗുണങ്ങളുമുള്ള ഒരു നല്ല രാഷ്ട്രീയ നേതാവ്. അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധമാണ്. എനിക്ക് ശ്രീ കുഞ്ഞാലിക്കുട്ടി സഖയുമായിട്ട് അടുത്ത ബന്ധമാണ്. അദ്ദേഹം കണ്ണൂരിൽ പഠിക്കുന്ന കാലം മുതൽ, അന്ന് ഞാൻ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം സർ സെയ്ദ് കോളേജ് പഠിക്കുമ്പോൾ ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായിട്ടൊക്കെ പോയി. അന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന് ഇന്നത് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് മുസ്ലിം ലീഗിലെ പലരുമായിട്ടും അടുത്ത സ്നേഹബന്ധം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ നേതാവിൻ്റെ, ഉന്നതനായ രാഷ്ട്രീയ നേതാവിൻ്റെ ഇത്തരത്തിലുള്ള ജീവചരിത്രങ്ങൾ പുതിയ തലമുറയെ പഠിപ്പിക്കുന്നത് ലക്ഷ്യബോധമുള്ളൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ശ്രീ രാഹുൽജി തിരക്ക് പിടിച്ച സമയത്തും ഇവിടെയൊക്കെ വന്ന് ഈ കർമ്മത്തിന് സാന്നിധ്യമാകാൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രത്യേകം നമ്മളെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. ഈ സംരംഭത്തിൻ്റെ എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. താങ്ക് യു സർ. സീതി ഹാജിയുടെ സന്തത സഹചാരിയായിരുന്ന ലീഡർ K. കരുണാകരൻ്റെ പുത്രനും പാർലമെന്റ് മെമ്പറുമായ ശ്രീ K. മുരളീധരനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, അഭിവന്ദ്യനായ തങ്ങൾ, പ്രിയപ്പെട്ട ശ്രീ രാഹുൽജി, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, ആദ്യമായി തന്നെ ശ്രീ ബഷീറിനെ അഭിനന്ദിക്കുകയാണ്. ഇത്രയും നല്ലൊരു സദസ്സ് ഇവിടെ സജ്ജീകരിച്ച് ഇവിടെ എല്ലാവരും സീതിയാജിയെക്കുറിച്ച് ചുരുങ്ങിയ വാചകങ്ങളിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, സഭയിൽ നടത്തിയ പ്രസംഗങ്ങളും പുറത്ത് നടത്തിയ പ്രസംഗങ്ങളൊക്കെ ധാരാളം കേട്ട് ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അവസാനത്തെ കൂടിക്കാഴ്ചയാണ് മനസ്സിൽ ഓർമ്മ വരും. അത് എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ച സീതിയാജി ആയിരുന്നില്ല. 91 ഇലക്ഷൻ കഴിഞ്ഞ് കോൺസ്റ്റിറ്റ്യുവൻസിയിലൊക്കെ ഒരു ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞ് ലീഗ് ഹൗസിലൊന്ന് കയറാമെന്ന് വിചാരിച്ച് ഞാൻ വരുമ്പോൾ അവിടെ സീതിയാജി ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടോടനെ പറഞ്ഞു, മുരളി വാ ഇരിക്കുക, ഞാൻ എന്ത് വന്നാലും നിങ്ങൾ ജയിച്ചിരിക്കുമെന്നൊരു മാർക്സിസ്റ്റുകാരനോട് ഇന്നലെ ബെറ്റടിച്ചാണ്. അങ്ങനെ പറഞ്ഞ് എന്നെ അടുത്തിരുത്തി. അപ്പോൾ ഞാൻ പതുക്കെ സംഭാഷണത്തിൻ്റെ ഇടയിൽ ചോദിച്ചു, അസുഖം എങ്ങനെയുണ്ട്? എന്നോട് പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഒരു സിഗരറ്റ് പോലും ഇനി വലിക്കരുതെന്ന്. പക്ഷേ മെയ് 21 രാജീവ് ഗാന്ധി മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ നേരം പുലരുന്നത് വരെ കയ്യിൽ കിട്ടിയ മുഴുവൻ സിഗരറ്റ് ഞാൻ വലിച്ചു തീർത്തു. അങ്ങനെ ഒരു രാത്രി മുഴുവൻ സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് രാജീവ് ഗാന്ധിയുടെ ദുഃഖം അദ്ദേഹം പങ്കിട്ടത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അദ്ദേഹം ജയിച്ച് MLA ആയി. ബഷീർ നേരത്തെ സൂചിപ്പിച്ച പോലെ അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു പുതിയ ടീമിനെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ അന്ന് ക്യാബിനറ്റിലേക്ക് 4 മന്ത്രിമാർ, ET ഉൾപ്പെടെ, അന്നവരൊക്കെ ചെറുപ്പക്കാരാണ്. ഇപ്പോഴും ചെറുപ്പത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ പുതിയ ടീം വന്നപ്പോൾ
സ്വാഭാവികമായിട്ടും സീനിയറായിട്ടുള്ള സീതി അജിയെ പോലുള്ളവരെ അന്ന് മാറ്റി നിർത്തേണ്ടി വന്നു. അതൊരു പ്രത്യേക രാഷ്ട്രീയ പുതിയ ടീം വരട്ടെ എന്നുള്ള അന്ന് ആദ്യം അത് മുസ്ലിം ലീഗാണ് അത് പുതിയ ടീം എന്നുള്ള ചെറുപ്പക്കാരുടെ ടീം ആദ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. അന്ന് പിന്നെ ഷിഹാബ് തങ്ങളെ മാറ്റി നിർത്തി. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എൻ്റെ പിതാവ് പറഞ്ഞു, സീതി ആജിയുടെ അസുഖം എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാനൊരു സ്ഥാനം കൊടുക്കുകയാണ്. ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പിൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് നൽകുകയാണ്. എന്നിട്ട് തങ്ങളോട് പറഞ്ഞു, ഇനി ലീഗിന് പ്രാതിനിധ്യം കൂടിപ്പോയെന്ന് ആരെങ്കിലും തങ്ങളോട് പറഞ്ഞാൽ അത് കരുണാകരൻ കൊടുത്താന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് സീതി ആജിയെ ചീഫ് വിപ്പാക്കുന്നത്. അത് പലപ്പോഴും ശ്രീ കെ കരുണാകരൻ അങ്ങനത്തെ ചില സ്വാതന്ത്ര്യം മുസ്ലിം ലീഗിനോട് കാണിക്കാറുണ്ട്. അത് അനുകൂലമാണെന്നുള്ളതുകൊണ്ട് ലീഗുകാർ സമ്മതിക്കാറുമുണ്ട്. അതായത് 77 CH കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനെയും നഹാസാഹിബിനെയാണെന്ന് മന്ത്രിമാരാക്കിയത്. അപ്പോൾ ചാക്കേരിയായിരുന്നു അതുവരെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ അന്ന് 2 അംഗ മന്ത്രിസഭയാണ് ആദ്യം സത്യപ്രതിജ്ഞ, മുഖ്യമന്ത്രിയും CH. സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ CHനോട് കെ കരുണാകരൻ പറഞ്ഞു, നമ്മുടെ കൂടെ നിർണായക ഘട്ടത്തിലൊക്കെ ഉറച്ചു നിന്ന ആളല്ലേ ചാക്കേരി. അപ്പോൾ CH പറഞ്ഞു, ഞങ്ങൾക്ക് 2 അല്ലേ തരുള്ളൂ നിങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടാനൊക്കെ യോഗ്യതയുണ്ടെങ്കിലും ഞങ്ങൾ കൂടുതൽ ഇപ്പോൾ ചോദിക്കുന്നില്ല. കാരണം അന്ന് CPIയും എല്ലാവരും ഉൾപ്പെട്ട ഒരു വലിയൊരു മുന്നണിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ ചാക്കേരിനെ സ്പീക്കറാക്കാൻ പോവാം, അത് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ലീഗിനോടുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം കാണിക്കാറുണ്ട്. ഏതായാലും സീതി ആജിയെ ചീഫ് വിപ്പാക്കി. അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ്, സീതി ആജി ആവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോഴത്തെ സീതി ആജി പാലം ഇടവണ്ണ കൊടുക്കുന്നത്. ആ പാലത്തിൻ്റെ തറക്കല്ലിടാൻ വന്ന ദിവസം സീതി ആജിയുടെ പ്രസംഗം നേരത്തെ അഭിനന്ദനായ തങ്ങൾ പറഞ്ഞത് കുറേ കൂടെ വിശാലമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. സീതി ആജി സുഗതകുമാരി ഒരു കവിയൊന്നുമല്ല, കവിത്രിയൊന്നുമല്ല. കാരണം അവർ പറയുന്നത് മരം വെട്ടിയാൽ മഴ പെയ്യില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ കടലിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നത്? അതായിരുന്നു അന്നത്തെ പ്രസംഗം. പേര് പറഞ്ഞുകൊണ്ട് അത് ടീച്ചർ സുഗതകുമാരി ടീച്ചറെ പറ്റി സഭയ്ക്ക് അകത്തും പറഞ്ഞിട്ട് പുറത്തും പറഞ്ഞു. അവസാനത്തെ പ്രസംഗത്തിൽ അത് തന്നെയാണ് പറഞ്ഞു. സീതി ആജി മരണപ്പെട്ടപ്പോൾ സാധാരണ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ ക്യാബിനറ്റ് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിമാരോ മരിച്ചാൽ മാത്രമേ അവരുടെ മൃതശരീരം അവിടെ കടത്താറുള്ളൂ. സീതി ആജിക്ക് വേണ്ടി ഒരു പ്രത്യേക നിയമം ശ്രീ കെ കരുണാകരൻ ഉണ്ടാക്കി. ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പിനെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ദർബാർ ഹാളിൽ കടത്താൻ വേണ്ടി സ്പെഷ്യൽ ഓർഡർ ഉണ്ടാക്കിയതും ശ്രീ കെ കരുണാകരൻ. അത്രയ്ക്ക് വലിയ ബന്ധമായിരുന്നു അവർ തമ്മിൽ. ഒരു ഘടകകക്ഷി നേതാവ് എന്നുള്ള നിലയിലല്ല, ഒരു സഹോദരൻ എന്നുള്ള നിലയിലാണ് കെ കരുണാകരന് സീതി ആജിയോടുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ബഷീർ പറഞ്ഞത്, എൻ്റെ പിതാവ് കരഞ്ഞത് ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ എൻ്റെ അമ്മയും മരിച്ചതിന് ശേഷമാണ് കരഞ്ഞതെങ്കിൽ സീതി ആജിയായിട്ടുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയിലാണ് ശ്രീ കെ കരുണാകരൻ കരഞ്ഞു പോയത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്നൊക്കെ പറഞ്ഞ് സീതി ആജി പറഞ്ഞപ്പോൾ ആ സമയത്താണ് കെ കരുണാകരൻ അറിയാതെ കരഞ്ഞു പോയത്. അത്രയും നല്ല ഒരു ബന്ധമായിരുന്നു. ഇവിടെ ശ്രീമാൻ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ ഇതുപോലുള്ള നേതാക്കന്മാരുടെ സഭയിലെ പ്രസംഗങ്ങളും കാര്യങ്ങളും വരും തലമുറ അറിഞ്ഞിരിക്കണം. കാരണം എന്തൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അതിന് പ്രസക്തിയുണ്ട്. ഇതിന് മുൻകൈയെടുത്ത ബഷീറിനെയും അതിന് സഹായിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് സീതി ആജിയുടെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. മതേതര ഇന്ത്യയുടെ പ്രതീക്ഷയും ആവേശവുമായ ശ്രീ രാഹുൽ ഗാന്ധി സീതി ഹാജി നിലപാടുകളുടെ നേതാവ് പ്രകാശനം ചെയ്യുന്നു. ഈ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. പ്രകാശനത്തിനായി രാഹുൽജിയെയും ഏറ്റുവാങ്ങുന്നതിനായി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Shri Rahul Gandhi, the embodiment of secular India's aspirations, will release the book titled Sidi Haji, Nilapadugalde Netavu.
The privilege of receiving the inaugural copy goes to our esteemed P.K. Kunyalikutti Sahib. We warmly invite Rahulji for the unveiling and Kunyalikutti Sahib for receiving the first copy. Please. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ രാഹുൽജിക്ക് സീതി ഹാജി കുടുംബത്തിന്റെ ഉപഹാരം സമർപ്പിക്കുകയാണ്. ഉപഹാര സമർപ്പണത്തിന് വേണ്ടി വ്യവസായ പ്രമുഖനും ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് അംഗവുമായ അബ്ദുൽ ലത്തീഫ് ഉപ്പളയെ സാദരം ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി രാഹുൽജിയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി കെറ്റിലും മട്ടിലും മികവ് നിൽക്കുന്ന ഈ പുസ്തകം നമുക്ക് വേണ്ടി തയ്യാറാക്കിയ നിഷ പുരുഷോത്തമനും ആനന്ദ് ഗംഗനുമുള്ള ഉപഹാര സമർപ്പണമാണ്. നിഷ പുരുഷോത്തമനും ആനന്ദ് ഗംഗനും സീതി ഹാജി ഫാമിലിയുടെ ഉപഹാരം സമർപ്പിക്കുന്നത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. താങ്ക് യു ഓൾ. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയ കേരളത്തിന്റെ ആവേശവുമായ P.K. കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമ്മോട് സംസാരിക്കുന്നു. സോ പ്ലീസ്. പ്രിയങ്കരനായ രാഹുൽജി, ബഹുമാനായ ശ്രീ KC, അതുപോലെ തന്നെ പ്രിയങ്കരനായ ശ്രീ EP, LDF കൺവീനർ, ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സീതി ഹാജിയുടെ മകൻ ബഷീർ, ചടങ്ങിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ഞാൻ വീണ്ടും പേരുകൾ ആവർത്തിക്കുന്നില്ല. എല്ലാവരും ഇവിടെ സുപരിചിതരാണ്. സഹോദരി സഹോദരന്മാരെ, വളരെ മനോഹരമായ ഒരു ചടങ്ങാണ് ഈ നടക്കുന്നത്. ബഹുമാനായ രാഹുൽജി ഈ പുസ്തകം പ്രകാശനം ചെയ്തതിലൂടെ, ബഷീർ മുൻകൈ എടുത്തതിലൂടെ സീതി ഹാജിയുടെ ഒരു സമയം, അതായത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും നമുക്കറിയാം ഒരു സമയമുണ്ട്, അവരുടെ ഒരു ടൈമുണ്ട്, അവർ കത്തിക്കാളി നിൽക്കുന്ന ഒരു ടൈം. ആ സമയത്തെ തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ്. ബൈ പബ്ലിഷിംഗ് ദിസ് ബുക്ക്, ആക്ച്വലി വാട്ട് രാഹുൽജി ഡിഡ് ഈസ് he has brought back the time, the history of Sidi Haji. That time brought back to the vicinity of the present people. I thank Rahulji for doing that at this time for us. Sidi Hajiയുടെ സമയം രാഹുൽജി ചോദിക്കുകയായിരുന്നു, തങ്ങളോടും എന്നോടും ഇപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കുകയായിരുന്നു, എന്താണ് സീതി ഹാജിയുടെ പ്രത്യേകത? What actually is he? I said, he was a very humorous person. Even though he was not destined to be a leader, people found out him. Actually, people found he was not destined to be a leader. Actually, like Tangal said, he was a trader, trading in wood, cutting wood. At that time it was legal, not at this time. Government used to auction wood. He was doing that trade at that time. He was not destined to be a leader. He actually became a leader. People found out him. ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇതാണ് നമ്മളെ നേതാവ്. ഏറനാടൻ മലയാളികൾ അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. Then Rahulji asked what he was. He sadasa in a സാക്ഷിയാണ്.
സീതിയാജിൻ്റെ ഓർമ്മ തന്നെ ഒരു തമാശയാണ്. സീതിയാജിൻ്റെ ഓർമ്മ തന്നെ എല്ലാവരും ഇപ്പം ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അത് മാത്രമല്ല, സീതിയാജി ഒരു വണ്ടർഫുൾ ലീഡറായിരുന്നു. ആളുകളെ ആവേശഭരിതരാക്കാൻ. ക്യാൻറ്റീനിലൊക്കെ ഞങ്ങൾ ഇരുന്ന് ചായ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സീതിയാജിയുടെ പ്രസംഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരൊറ്റ ഓട്ടാണ് അസംബ്ലി. സീതിയാജിൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ടേ പിന്നെ ആരും അനങ്ങുള്ളൂ. അതായിരുന്നു സ്ഥിതി. നോട്ടൊന്നും ശരിയാവില്ല. സീതിയാജി ചിലപ്പോൾ പ്രസംഗത്തിൽ റെയിൽ തെറ്റും. അതുകൊണ്ട് ഞങ്ങളൊക്കെ മെനക്കെട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒന്ന് പ്രസംഗിക്കേണ്ട പോയിൻറ്റ്സ് നോട്ട് കൊടുക്കും. കുറച്ച് കഴിഞ്ഞാൽ നോട്ടൊരൊറ്റ ഏറാ. He used to speak without any note, any preparation, anything. Everything was extempo. At the time, he will speak. That's what he was a genuine leader. ഏറനാടൻ ധൈര്യം അതായിരുന്നു. അത് ഇന്നത്തെ തലമുറക്ക് വളരെയധികം പഠിക്കേണ്ട ഒരു സംഗതിയാണ്. കൂറുമാറ്റ നിയമമൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഒരു ദിവസം ഭൂരിപക്ഷം കുറഞ്ഞ മന്ത്രിസഭയിൽ ഒരാൾ നമ്മളെ പാർട്ടിയിൽ നിന്ന് കൂറുമാറും എന്നൊരു റൂമർ നേരം വെളുക്കുമ്പോൾ അസംബ്ലിക്ക് പോകുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ട്. സീതിയാജി എന്നോട് പറഞ്ഞു, ഓനോട് പറഞ്ഞാളി എൻ്റെ ലൈസൻസ് ഉള്ളൊരു തോക്കുണ്ട്. ഞാൻ ആളെയൊന്നും പറയില്ല, ഞാനത് പറഞ്ഞു. അയാൾ പിന്നെ അനങ്ങിയിട്ടില്ല, യാതൊരു കുഴപ്പം പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇയാളെടുത്ത് കാച്ചിക്കൂടെ ഇല്ല, അസംബ്ലി അതൊന്നും നോക്കൂല. സീതിയാജി നോക്കാൻ അസംബ്ലി കൊടുന്നോ ഇല്ല എന്നുള്ളതൊന്നും അതിൽ ചോദ്യമില്ല. പക്ഷേ ഏതായാലും ശരി, കൂറുമാറ്റം നടന്നില്ല, യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. ഞാൻ ഈ വിഷയം പിന്നെ ലീഡറോട്, കരുണാകരനോട് പറയുകയുണ്ടായി. അങ്ങനെ അനവധി സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ തന്നെ ഈ സദസ്സിനെ വളരെയധികം സന്തോഷഭരിതരാക്കി. അത് എൻജോയ് ചെയ്താണ് എല്ലാവരും ഇരിക്കുന്നത്. അത് തന്നെയായിരുന്നു സീതിയാജി. അത് പുതിയ തലമുറക്ക് കൊടുത്ത ബഷീറിനെ, ഇത്ര മനോഹരമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ബഷീറിനെ അഭിനന്ദിക്കുകയാണ്. അതിന് സമയം കണ്ടെത്തിയ രാഹുൽജിയോട് അങ്ങേയറ്റം നന്ദി പറയാണ്. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇനി രാഹുൽജി പ്രസംഗിക്കാണ്. എല്ലാവരും രാഹുൽജിൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇരിക്കണം. എല്ലാവർക്കും പുസ്തകം ഒരു ഗിഫ്റ്റ് നിങ്ങളുടെ സീറ്റിൽ എത്തിക്കും. അത് വാങ്ങിയിട്ടേ പോകുള്ളൂ. എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് പുസ്തകം. ഇപ്പോൾ സീതിയാജി അങ്ങനെയാണ്. ഇപ്പോൾ മകനായിട്ട് അത് മോശമാക്കുന്നില്ല. അപ്പോൾ ആ രീതിയിൽ നന്നായി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. The moment we have all been anticipating is finally here. Rahulji, the one who unveiled the book, will now address the gathering. He is kindly invited to share his thoughts with us. Dr. Abdus Samad Samadani, the National Senior Vice President of Indian Union Muslim League and a gifted orator, will provide the translation for Rahulji's speech. Mr. Abdus Samad Samadani is also warmly welcome to join us. Thangal ji, Venugopal ji, Satishan ji, Kunyalikutty ji, Murlidharan ji, Jayarajan ji, Mohammad Bashir ji, Raghavan ji, Munir ji, Bashir ji, all my friends from the Congress Party, from the Muslim League, from the UDF, brothers and sisters, friends from the media, I'd like to welcome all of you here today. അഭിവന്ദനായ തങ്ങളവർകളെ, വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും അഭിവന്ദനായ നേതാക്കളെ, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. My colleague here, we sit in Parliament and have long discussions about spirituality and non-political concepts. എൻ്റെ ഈ സുഹൃത്തുമായി
പലപ്പോഴും പാർലമെൻറ്റിലിരുന്ന് ഞാൻ സംസാരിക്കാറുണ്ട് രാഷ്ട്രീയേതരമായ വിഷയങ്ങളെക്കുറിച്ച്, മുഖ്യമായും ആധ്യാത്മികമായ കാര്യങ്ങളെക്കുറിച്ച്. But sometimes being my translator can be a very dangerous job. പക്ഷേ ഒരു പരിഭാഷകനായി അദ്ദേഹം വരുന്നത് ആപൽക്കരമാണെന്ന് എനിക്ക് തോന്നുന്നു. Like just now in Telangana, in one of the speeches, the translator got into a lot of trouble. തെലങ്കാനയിലുണ്ടായ അനുഭവം പോലെ I was saying something and then he was saying something else. ഞാനെന്തോ പ്രസംഗിച്ചുകൊണ്ടിരുന്നു, അദ്ദേഹം മറ്റൊന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. Then after some time I started counting my words, He was speaking in Telugu, so I said, okay, I said 5 words and then I would say, okay, maybe what I'm saying in Hindi should take about 5 or 7 words in Telugu, and then he would speak 20, 25, 30 words. അവസാനം ഞാൻ വാക്കുകൾ എണ്ണിക്കണക്കാക്കാൻ തുടങ്ങി. ഞാൻ ഹിന്ദിയിലും അദ്ദേഹം തെലുഗുവിലും. 5 വാക്ക് ഞാൻ പറയുമ്പോൾ അദ്ദേഹം അതിലേറെ പറയുന്നതായിട്ട് കണ്ടു. എനിക്ക് തോന്നി ഹിന്ദിയിൽ 5 പക്ഷേ തെലുങ്കിൽ 7 മറ്റോ ആയിരിക്കുമെന്ന്. പക്ഷെ അതങ്ങനെ നീണ്ടു പോകുന്നത് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. Then sometimes I would say something that is quite boring and the crowd would jump very excited. ഞാൻ ചിലപ്പോൾ വളരെ ഉദാസീനമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം വളരെ അത്യാവേശമുണ്ടാക്കി പറയുന്നതും ഞാൻ കണ്ടു. And then I would say something exciting and the crowd would keep quiet. ഞാൻ വളരെ ആവേശകരമായ കാര്യം പറഞ്ഞപ്പോൾ സദസ്സ് നിശബ്ദമായിരിക്കുന്നതും ഞാൻ കണ്ടു. And at the same time I cannot get angry, so I have to smile all the time. ഒന്നും മനസ്സിലാക്കാതെ ഞാൻ എല്ലാം പുഞ്ചിരിച്ച് നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. So, but I know my friend is a good translator, so he won't have any such problems. പക്ഷേ എൻ്റെ ഈ സുഹൃത്ത് ഒരു നല്ല പരിഭാഷകനാണെന്ന് എനിക്കറിയാം. See, for me, for Bashir ji, for Tangal ji, it's easy to remember Haji ji. ഇവിടെ സംസാരിച്ച അഭിവന്ദനായ തങ്ങളെപ്പോലെ, അദ്ദേഹത്തിന്റെ മകൻ ബഷീറിനെ പോലെ അവർക്കൊക്കെ സീതി ഹാജിയെ കുറിച്ച് പറയാൻ വളരെ അനായാസകരമായിട്ട് സാധിക്കും. They saw him, were close to him, they know him in detail, they understand him, so it's easy to come and give a speech. അദ്ദേഹത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അദ്ദേഹവുമായിട്ട് അവർ ഇടപഴകി, അദ്ദേഹവുമായി അവർ സംവദിച്ചു. അതുകൊണ്ട് അദ്ദേഹം ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള നിരവധി അനുഭവങ്ങൾ അവർക്കുണ്ടായി. For me, I have to think about it much more. It's like a jigsaw puzzle. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കുറേയേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Because I didn't have the opportunity to meet Haji ji. പക്ഷെ ഒരിക്കലും സീതി ഹാജിയെ കാണാൻ എനിക്ക് അവസരമുണ്ടായില്ല എന്നതുകൊണ്ടാണത്. So I have to listen to the speeches. I have to ask the people who worked with Haji ji to get a sense of what the person was like. എനിക്ക് സീതി ഹാജിയെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹവുമായിട്ട് ഇടപഴകിയ ആളുകളെ മനസ്സിലാക്കി അവരിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുഭവജ്ഞാനങ്ങൾ കരഗതമാക്കേണ്ടിയിരിക്കുന്നു. So while they were speaking, I was thinking, trying to create a image of the person. അവരൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ സീതി ഹാജിയുടെ ഒരു സ്വരൂപം നിർമ്മിക്കുവാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. So for me, the single most important characteristic of a leader is humility. ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് എക്കാലവും തോന്നിയിട്ടുള്ളത് വിനയമാണ്. I believe that if a leader is not humble, if a leader is not able to observe himself, then he cannot be a leader. ഒരാൾക്ക് വിനയാന്വിതനാകാൻ സാധിക്കുന്നില്ലെങ്കിൽ, തന്നെ സ്വയം നിരീക്ഷണ വിധേയനാക്കാനും സാധിക്കുന്നില്ലെങ്കിൽ അയാൾ ഒരു നേതാവല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. So the first thing I realized while the speeches were going on was Haji ji was a gentleman who could stand in the assembly of Kerala and laugh at himself. സീതി ഹാജിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൗതുകകരമായ സംഗതി ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വയം പരിഹസിക്കാൻ വരെ സാധിക്കുന്ന നേതാവായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. That he did not take himself so seriously that he had the ability to look at himself and laugh at himself. തന്നെ ഗൗരവമായിട്ടെടുക്കാത്ത ഒരു വ്യക്തി, തന്നെ സ്വയം നോക്കി തന്നെ കളിയാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി, അതായിരുന്നു സീതി ഹാജി. So he had certainly the quality of humility. അദ്ദേഹത്തിന് സൗമ്യതയുടെ മഹാഗുണം വേണ്ടുവോളം ഉണ്ടായിരുന്നു. Now
meet many politicians all the time. ഞാൻ പലപ്പോഴും പല രാഷ്ട്രീയക്കാരെ സ്വാഭാവികമായും കണ്ടുമുട്ടുന്നു. And as you know, politicians are quite smart people. നിങ്ങൾക്കറിയാവുന്ന പോലെ രാഷ്ട്രീയക്കാർ വളരെ സമർത്ഥരാണ്. Today's politicians, they will only show you what they want to show you. ഇന്നത്തെ രാഷ്ട്രീയക്കാർ നിങ്ങളെ അവർ എന്താണോ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ കാണിക്കുകയുള്ളൂ. So I've also had to navigate this. I meet many politicians. I have to make an assessment. What is he like? ഞാനും ഇങ്ങനെ ഈ കൂട്ടത്തിനിടയിൽ നിന്ന് രാഷ്ട്രീയക്കാരെ നിരീക്ഷിക്കണം, അവരെന്താണെന്ന് മനസ്സിലാക്കണം, അവർ പുറത്തേക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് പ്രത്യേകം വിലയിരുത്തുകയും ചെയ്യും. You know, they'll come very simple clothes. ചിലപ്പോഴൊക്കെ അവർ വളരെ ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ചു വന്നേക്കും. Then, you know, no expensive watch. വളരെ വിലപിടിപ്പുള്ള വാച്ചൊന്നും കെട്ടിയെന്ന് വരില്ല. Phate hue joote. അതുപോലെ തന്നെ തൻ്റെ വസ്ത്രധാരണങ്ങളിൽ വളരെ ആർഭാടമൊന്നും കണ്ടെന്ന് വരില്ല. And then afterwards you go to his house and he's got a big BMW there. പക്ഷെ അവരുടെ വീട്ടിൽ പോയി നോക്കിയാൽ വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് കാണുക. വളരെ BMW പോലുള്ള വളരെ വലിയ ആർഭാടകരമായ ജീവിതമാണ് അവിടെ കാണാൻ സാധിക്കുക. First in the beginning I would look at the watch and no watch, then I'd say okay, he doesn't wear expensive watch, so I do this type of calculation. ആളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വാച്ച് പോലും കെട്ടാത്ത സാധു മനുഷ്യനെന്ന്. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് വിശകലനം ചെയ്യാൻ സാധിക്കില്ലെന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെടും. But these guys, they're too smart, they know what you're looking for. അതുകൊണ്ട് അവർക്കറിയാം നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നതെന്ന്. അവർ അത്രയും സമർത്ഥരാണ്. So I had to come out with some new technology where I can judge, you know, the person, the politician or the person quickly and accurately. അതുകൊണ്ട് എന്താണ് രാഷ്ട്രീയക്കാരൻ, അയാളുടെ കൃത്യത എന്താണെന്ന് മനസ്സിലാക്കാൻ വല്ല പുതിയ സാങ്കേതിക വിദ്യയും കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ ഇന്നുള്ളത്. So it took me 20 years, but it took me 18 years, but after 18 years I found out the bulletproof way of finding this out. ഒരു 10-20 കൊല്ലം കൊണ്ട്, കൃത്യമായി പറഞ്ഞാൽ ഒരു 10-18 വർഷം കൊണ്ടാണ് എനിക്ക് സൂക്ഷ്മമായി ഇത് മനസ്സിലാക്കാനുള്ള ഒരു സുരക്ഷിതമായ മാർഗം അവലംബിക്കാൻ സാധിച്ചത്. Where it is impossible for the person to hide the truth. അതായത് ഒരു വ്യക്തിക്കും സത്യം ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു സുരക്ഷാക്രമം. So what I do is when somebody comes, I'll say hello, how are you, and meet them, and you know they'll do their whole thing. അതുകൊണ്ട് ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് കുശലാന്വേഷണം നടത്തും. എങ്ങനെയാണ്, സുഖമാണോ എന്നൊക്കെ ചോദിക്കും. And then after that I'll say, can you do me a favor, can you send me your children? പിന്നെ ഞാൻ ചോദിക്കും, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ, നിങ്ങളുടെ കുട്ടികളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുമോ? I want to meet your children. നിങ്ങളുടെ കുട്ടികളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവരോട് ഞാൻ പറയും. And I found that with the children the truth cannot be hidden. കുട്ടികളുടെ കാര്യത്തിൽ സത്യം ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ലെന്ന്. So the father can show not wear a watch, but the child will come with the watch. പിതാവിന് ഒരു പക്ഷേ വാച്ച് കെട്ടാതെ അഭിനയിക്കാൻ സാധിച്ചേക്കും, പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. It's impossible because the child comes and I say, what are you studying? And the father is saying, I'm not interested in money, and the son is studying MBA. കുട്ടിയോട് ചോദിച്ചാൽ എവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ പിതാവിനൊരു പക്ഷേ പണമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സാധിച്ചേക്കാം, പക്ഷേ മകൻ MBAക്കായിരിക്കാം പഠിക്കുന്നത് എന്ന സത്യം വെളിവാവുക തന്നെ ചെയ്യും. So the best way to find out about a father or a mother is to look at the child. അതുകൊണ്ട് മാതാവിനെയും പിതാവിനെയും മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി സന്താനങ്ങളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. Right? So the first time I met Bashir ji, I was in Hindi, I'll say it. I told the guy who works with me, I said, isme dam hai. Isme dam hai. ബഷീർജിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തിന്റെ അകത്ത് മരുന്നുണ്ട് എന്ന്. Because you meet many politicians, you know. So I said, this fellow, he's a dynamic guy, strong guy. ഈ മനുഷ്യൻ വളരെ പ്രത്യുൽപ്പന്നമതിയാണ്, വളരെ ചലനാത്മകമായ വ്യക്തിത്വമുള്ള ആളാണ് എന്നും എനിക്ക് മനസ്സിലായി. Then after that, I think it was the assembly election where we did the road show. Assembly election. In the assembly election, we went on the road show. നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിൽ ഞങ്ങൾ റോഡ് ഷോക്ക് പോയി. Then I told the same guy who used to work in my office that, you know, this guy is quite close to the people. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരോടോ ഞാൻ പറഞ്ഞു, ഈ മനുഷ്യനെ ശ്രദ്ധിക്കണം എന്ന്.
So he's a dynamic guy and he's close to the people. അദ്ദേഹം ജനങ്ങളുമായി വളരെ അടുപ്പത്തിലാണ്, വളരെ വളരെ ചലനാത്മകമായിട്ട് വർത്തിക്കുന്ന വ്യക്തിയാണ് എന്നും ഞാൻ പറഞ്ഞു. Then I said, I also suspect he's got a little bit of a bad temper sometimes. അതുകൊണ്ട് വേറെ വല്ല ഏർപ്പാടുമുണ്ടോ എന്ന് സംശയിക്കുന്ന അവസ്ഥയിലും ഞാൻ എത്തി. But why am I telling you this story? Because he's the imprint of his father. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്നാൽ അദ്ദേഹം പൂർണ്ണമായ അർത്ഥത്തിൽ തൻ്റെ പിതാവിൻ്റെ പ്രതിച്ഛായയാണ്. So if I want to understand his father, who I did not have the opportunity to meet, the best way to do it is to look at him. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിനെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും പിതാവിനെ കാണാൻ അദ്ദേഹത്തിലേക്ക് നോക്കിയാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. And nothing can be hidden. ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. So it's an honor for me to come and release the book. Unfortunately, I can't read it because it's not in English or in Hindi. ഇവിടെ വന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചതൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നു. നിർഭാഗ്യവശാൽ അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അല്ലാത്തത് കൊണ്ട് എനിക്കത് വായിക്കാൻ സാധിക്കില്ല. But I would like to thank Haji ji for the work he did. He was a carpenter and he started as a carpenter, but I think all his life he built bridges between communities, between people, between ideas. ഞാൻ ബഹുമാനപ്പെട്ട സീതി ഹാജിയെ ആദരപൂർവ്വം അനുസ്മരിക്കുന്നു. വളരെ ലളിതമായ ജീവിതത്തിൽ നിന്ന് തുടങ്ങി മരങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തൊഴിലിൽ നിന്ന് ആരംഭിച്ച് അദ്ദേഹം സമുദായത്തെ കെട്ടിപ്പടുത്തു, സമൂഹത്തെ നല്ല നിലയിൽ സേവനം ചെയ്യുവാനുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുഴുകി, അതിലൂടെ അദ്ദേഹം രാഷ്ട്രീയമായ കർമ്മത്തിൽ മുന്നേറുകയും ചെയ്തു. And I think in a world today where everybody is busy breaking bridges, we need people like Haji ji who built bridges, had affection for other people. പലരും പാലങ്ങൾ തകർക്കുന്ന കാലത്ത്, സമൂഹത്തിലെ നിലനിൽക്കുന്ന പാലങ്ങൾ തകർക്കുന്ന കാലത്ത് സീതി ഹാജിയെ പോലെ പാലങ്ങൾ കെട്ടുന്ന വ്യക്തികളെ നമുക്ക് ആവശ്യമാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. And so there is a lot we can learn from him. അതുകൊണ്ട് അദ്ദേഹത്തിൽ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. Last thing I'd like to say, that the more I come to Kerala, the more I come to Wayanad, the more I feel that this is my home. അവസാനമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, കേരളത്തിലേക്ക് ഞാൻ വരും തോറും, വിശേഷിച്ചും വയനാട്ടിലേക്ക് വരും തോറും ഇതെൻ്റെ സ്വന്തം വീടാണ് എന്ന തിരിച്ചറിവാണ് ഓരോ വരവും എനിക്ക് പ്രദാനം ചെയ്യുന്നത്. And I like coming here. ഇവിടെ ഓരോ തവണ വരുന്നതും ഞാൻ സ്നേഹിക്കുന്നു. I don't consider it like my work. I consider it like coming back to family and meeting my friends. ഞാനൊരു ജോലിയുടെ ആവശ്യമായി ഇവിടെ വരുന്നു എന്നല്ല, സ്വന്തം കുടുംബത്തിലേക്കുള്ള വരവ് പോലെയാണ് എനിക്കിവിടേക്കുള്ള ഓരോ വരവും അനുഭവപ്പെടുന്നത്. Thank you.